നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, നീ ഇതുവരെ റെഡിയായില്ലേ? ഒരുങ്ങി. ഞാൻ ഈ വേഷം ഇടുന്നത്. അതെങ്ങനെ ശരിയാവും? ഒരു നല്ല സാരി എടുത്തു കൊടുക്കും മോളെ. ഒന്നും വേണ്ടമ്മേ. ഗൗതമിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്ന എന്റെ ടെൻഷൻ. എന്താ മോളെ? ശിവാനിയും ഞാനും തമ്മിലുള്ള റിലേഷൻ ഒന്നും ഗൗതമിന് അറിയില്ല. ഒരിക്കൽ ഒരുമിച്ച് കണ്ടപ്പോ ശിവാനി കൂടെ വർക്ക് ചെയ്യുന്നവളാണെന്ന് ഗൗതം കരുതി. ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണെന്ന് ഗൗതമിന് തോന്നില്ലേ? ഇത്രയുള്ള കാര്യം. ഇതിലും വലിയ കളവ് ഇവിടെ നടന്നു. പിന്നെയാണോ ഇത്? ഗൗതം നിന്നെക്കുറിച്ച് എന്ത് കരുതുന്നൊന്നും ഇനി ചിന്തിക്കണ്ട. യാത്രയിൽ എവിടെ വെച്ചോ കണ്ടുമുട്ടിയ രണ്ട് അപരിചിതർ മാത്രമാണ് നിങ്ങൾ. നടന്നതൊക്കെ നമുക്ക് മറക്കാം. ഞാൻ ആരാണെന്ന് സാറും മറക്കണം, സാർ ആരാണെന്ന് ഞാനും മറക്കും. ഇനി നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഈ നിമിഷം മുതൽ ഞാൻ ആരോ ഒരാൾ, സാറ് വേറെ ആരോ ഒരാൾ. ഓക്കെ അല്ലേ? ആ, അതന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗൗതമിനോട് പറയാറുള്ളത് അറം പറ്റിയതുപോലെയായി. ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സായി മാറി. ആഹാ, ഇവളിതുവരെ സാരി ഉടുത്തില്ലേ? അതിന് സാരി ഉടുക്കേണ്ടത് ഞാനല്ലല്ലോ, ശിവാനിയല്ലേ? അവൾ ഉടുക്കോടി. ഗൗതമിന്റെ വീട്ടുകാര് കൊണ്ടുവന്ന പുടവ തന്നെ അവൾ ഉടുക്കും. പക്ഷേ വരന്റെ വീട്ടുകാരെ സ്വീകരിക്കേണ്ടത് നമ്മളാ. ഗൗതമിനെ ആരതി ഒഴിഞ്ഞ് വരവേൽക്കേണ്ടത് നീയാ. ഞാനോ? അതെ. നിങ്ങൾക്ക് മനസാക്ഷി എന്നൊന്നില്ലേ എടുത്തി? ഇവളുടെ ഭാഗ്യജാതകം തട്ടിയെടുത്ത നിങ്ങളുടെ മകൾക്ക് ഭർത്താവിനെ ഉണ്ടാക്കിയത്. ഗതികേട് കൊണ്ട് നിങ്ങളുടെ താളത്തിനൊത്ത് ഞങ്ങൾ തുള്ളുന്നുണ്ടാവും എന്ന് കരുതി എന്തും ചെയ്യിക്കാന്ന് വിചാരിക്കരുത്. ഭർത്താവായി വരേണ്ട ഗൗതമിനെ വരവേൽക്കാൻ നീതി ആരതി എടുക്കില്ല. പിന്നെ വേറെ ആരെടുക്കും? ശിവാനിക്ക് എടുക്കാൻ പറ്റുമോ? പെണ്ണിന്റെ അമ്മയായ എനിക്ക് എടുക്കാൻ പറ്റുമോ? അതല്ല എടുത്തി, ഇവളുടെ മനസ്സിന്റെ വിഷമം നമ്മൾ ചിന്തിക്കണ്ടേ? ഞാനെന്തിനു ചിന്തിക്കണം? ഞാൻ ചിന്തിക്കുന്നത് എൻഗേജ്മെന്റ് ഭംഗിയായി നടക്കുന്നതിനെ കുറിച്ച് മാത്രം. ഇനി നീ എടുക്കാന്നാണ് പറഞ്ഞു വരുന്നെങ്കിൽ അതെങ്ങനെ ശരിയാവും? നീ വിധവയെ പോലെ ജീവിക്കുന്നവളല്ലേ? അമ്മായി, ദേ അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ഞാൻ പറഞ്ഞത് ഒരു പ്രധാന പോയിന്റാ. ഇവളെ ആരതി എടുത്താ ഇവളെ പോലെ എന്റെ മോളുടെ ജീവിതവും നശിച്ചു പോവും. അതിന് ഞാൻ സമ്മതിക്കില്ല. നിർത്ത്. എപ്പോഴും ഈ പേര് പറഞ്ഞ് നിങ്ങൾ എന്റെ അമ്മയെ അപമാനിക്കുന്നുണ്ടല്ലോ. ഒന്നും തിരിച്ചു പറയില്ല എന്ന് കരുതി എന്തോ ആകാന്നാണോ കരുതിയിരിക്കുന്നത്? ഇപ്പൊ കൂടി ഞാൻ വിചാരിച്ച അമ്മയും കൂട്ടി നല്ലൊരു വീടെടുത്ത് താമസിക്കാൻ പറ്റും. നിഖിലിനെ പഠിപ്പിക്കാനും പറ്റും. നാഴികയ്ക്ക് 40 വട്ടം ഞങ്ങൾ വാങ്ങാത്തൊരു കടം വാങ്ങിയെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് തിരിച്ചു തന്നിട്ട് അന്തസ്സായിട്ട് ഇറങ്ങി പോകണമെന്ന് കരുതിയാ ഞങ്ങൾ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ. അതും അമ്മാവനൊരാളെ കരുതി മാത്രം. എന്താടി, നല്ലൊരു ദിവസമായിട്ട് നീ എന്നോട് തർക്കുത്തരം പറയുന്നോ? നല്ല ദിവസമൊക്കെ നിങ്ങൾക്കാ, ഞങ്ങൾക്കിത് ശപിക്കപ്പെട്ട ദിവസാ. മോളെ, നിധി. നിധി അല്ല ഇവള്, അസൂയ മൂത്ത യക്ഷിയാ, യക്ഷി. മതി, നിർത്ത്. നല്ലൊരു ദിവസമാണെന്ന് നീ തന്നെ പറഞ്ഞിട്ട് നീ തന്നെ ആ സന്തോഷം കെടുത്തുവാണോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഗൗതമിന്റെ വീട്ടുകാര് വരുമ്പോ ആരതി ഒഴിയേണ്ടത് ഇവള് തന്നെയാ. പുന്നാര അനിയത്തിയുടെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. മോളെ, നിന്റെ നല്ല മനസ്സുകൊണ്ട് നീ എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറായവളാ. ഗൗതമിന്റെ വീട്ടുകാർ വരുന്ന ദിവസം നല്ലതോ ശപിക്കപ്പെട്ടതോ ആവട്ടെ, നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അമ്മാവ, ഞാൻ എതിർപ്പ് പറയണ്ട മോളെ. നീ തന്നെ ആരതി എടുക്കണം. അതെന്റെ ആഗ്രഹമാണ്. ശിവാനിക്ക് നല്ലത് വരാൻ നിന്റെ പ്രാർത്ഥന വേണം.
ശവിക്കപ്പെട്ട ദിവസം നീ പറഞ്ഞത് ഏട്ടന് വിഷമായും തോന്നുന്നു. പറഞ്ഞു പോയി. എന്ത് ചെയ്യാം? തിരിച്ചെടുക്കാൻ പറ്റുമോ? നിധി എല്ലാവരുടെയും സങ്കടം കാണണം. അമ്മയുടെയും അനിയന്റെയും അമ്മാവന്റെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ. പക്ഷെ നിധിയുടെ സങ്കടം കാണാൻ മാത്രം ആർക്കും കണ്ണില്ല. സങ്കടം വരാതിരിക്കാൻ നിധി കല്ലുകൊണ്ടുണ്ടാക്കിയ പ്രതിമയൊന്നും അല്ലമ്മ, ഒരു മനുഷ്യ സ്ത്രീയ. മോളെ, രേണു, അവരെത്തി. വരൂ വരൂ. ഞങ്ങൾ വൈകിയില്ലല്ലോ? ഇല്ല, കൃത്യസമയം തന്നെ. വരൂ. ഒരു മിനിറ്റ് മോനെ. മരുമോനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. അതാ നാട്ടു നടപ്പ്. അതിനെന്താ, ആയിക്കോട്ടെ. നിധി, ഇവിടെയും നിധിയോ? ആ പേര് അപൂർവമാണെന്നാ ഞാൻ കരുതിയത്. നോട്ട് റെയർ. ഇവിടുത്തെ എവിടെ പോയി കിടക്ക? നിധി, ഇയാൾ ഈ വീട്ടിലെ കുട്ടിയായിരുന്നോ? നിധി, ഇതാണ് എന്റെ ഫിയാൻസി. എനിക്ക് ശിവാനിയെ നേരത്തെ അറിയാം. ആഹാ, അല്ല, നിങ്ങൾ പരിചയക്കാരാണോ? അല്ല, എങ്ങനെ പരിചയം? ഞങ്ങള് ഒരേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. നിധി എന്താ ഈ വീട്ടില്? എന്റെ അനിയത്തിയുടെ മകളാ ഇവള്. ഓ, ഞങ്ങളന്ന് ശിവാനിയെ കാണാൻ വന്നപ്പോ ഈ കുട്ടിയെ കണ്ടില്ലല്ലോ. എന്തായാലും ഇവൾ ഇവിടുത്തെ കുട്ടിയാണെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. നിധി, വേഗം ആരതി ഒഴിയേ.